പ്രീതികൾ സുഹൃത്തുക്കളെ, സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗത്തിന്റെ 6ാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ കിടക്കാം. സിലബസിൽ വളരെ ചെറുതായിട്ടാണ് സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി ഉള്ളതെങ്കിലും കുറേയധികം പദ്ധതികളുണ്ട് അതുമായി ബന്ധപ്പെട്ടത്. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ കാറ്റഗറി വർഗീകരിച്ചാണ് പഠിച്ചത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ, ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പദ്ധതികൾ, സാമൂഹിക പ്രതിരോധ പദ്ധതികൾ, അംഗപരിമിതർക്കുള്ള പദ്ധതികൾ, കുട്ടികൾക്കായുള്ള പദ്ധതികൾ, സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ, പിന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതികൾ, ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചത്. ഇനി ഇന്നേ ദിവസം കേരള സംസ്ഥാന സർക്കാർ പൊതുവായി സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതികളും കേരളത്തിൽ നിലവിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുമാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആരംഭിച്ചാലോ? യെസ്, ആരംഭിക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേമ പദ്ധതികൾ. ഹങ്കർ ഫ്രീ സിറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുക. ഈ ഹങ്കർ ഫ്രീ സിറ്റി എന്ന പദ്ധതി ആരംഭിച്ചതിന് ശേഷം കേരളത്തിലെ മിക്കവാറും എല്ലാ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട സൗജന്യമായി കൂട്ടിരിപ്പുകാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായി ആരംഭിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്ന കാര്യം മറക്കരുത്. അത് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹങ്കർ ഫ്രീ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുക. എന്റെ മരം, നമ്മുടെ മരം. എന്റെ മരം കൂടാതെ നമ്മുടെ മരം എന്നിവ വനവൽക്കരണ പദ്ധതികളാണ്. അത് നമുക്ക് ഏറെ അറിയാവുന്നതാണ് അല്ലെ? സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി 2007 ആരംഭിച്ച പദ്ധതിയാണ് എന്റെ മരം പദ്ധതി. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലാലയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച 2008 ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം പദ്ധതി. അത് വനവൽക്കരണ പദ്ധതിയാണ്. ഇനി ഹരിത തീരം. കടൽ തീര സംരക്ഷണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഹരിത തീരം എന്ന പേരിൽ അറിയപ്പെടുക. കടൽ തീര സംരക്ഷണത്തിനുള്ള പദ്ധതിയാണ് ഹരിത തീരം. ഒരു നെല്ലും ഒരു മീനും. കോൾനിലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും, അതായത് ഇപ്പോഴും വെള്ളക്കെട്ട് കാണപ്പെടുന്ന കൃഷിയിടങ്ങൾ, കോൾനിലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷിയും നടത്തുന്ന രീതിയാണ് ഒരു നെല്ലും ഒരു മീനും എന്ന പേരിൽ അറിയപ്പെടുക. അഭയാരണ്യം. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അഭയാരണ്യം എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഹങ്കർ ഫ്രീ സിറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി എന്ന പേരിൽ അറിയപ്പെടുക. എന്റെ മരം പദ്ധതി. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിച്ച വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം പദ്ധതി. കേട്ടോ, ഇന്ദിരാഗാന്ധി വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച ഒരു പദ്ധതി കൂടെയാണ് 2007 ആരംഭിച്ച എന്റെ മരം പദ്ധതി. അതായത് ഓരോ കുട്ടികൾക്കും ഓരോ മരം വീതം സ്കൂളിൽ നിന്ന് കൊടുത്തുവിടുന്നു എന്നതാണ്. +2 വരെയുള്ള കുട്ടികൾ. ഇനി നമ്മുടെ മരം എന്ന് പറയുമ്പോൾ കലാലയ മേഖലയിൽ അല്ലെങ്കിൽ കലാലയ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം പദ്ധതി. അത് തൈകൾ അവിടെ വിതരണം ചെയ്യുന്നില്ല, മറിച്ച് കലാലയത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നു? വൃക്ഷ സംരക്ഷണ പദ്ധതികൾക്ക് ആക്കം കൂട്ടുന്നതാണ്. വൃക്ഷ സംരക്ഷണ പദ്ധതികൾക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, മറക്കില്ലാലോ? യെസ്, അപ്പോ മറന്നു പോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. വസ്തുതാപരമായി തന്നെ നമ്മൾ പഠിച്ചുറപ്പിക്കേണ്ട ആവശ്യവും ഉണ്ട് എന്നതാണ്. ഓക്കെ അല്ലേ? ഗുഡ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാണ് പറയുക? അപ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട പദ്ധതികൾ ഹരിത തീരം. കടൽ തീര സംരക്ഷണ പദ്ധതിയാണ് ഹരിത തീരം എന്ന പേരിൽ അറിയപ്പെടുക. ഒരു നെല്ലും ഒരു മീനും. കോൾനിലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷി നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും എന്നറിയപ്പെടുന്നത്. അഭയാരണ്യം. വംശഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് അഭയാരണ്യം എന്ന പേരിൽ അറിയപ്പെടുക. ഇനി അടുത്ത് പറയുന്നു കിസാൻ അഭിമാൻ. കർഷകർക്കായുള്ള പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ എന്ന പേരിൽ അറിയപ്പെടുക. കർഷകർക്കായുള്ള പെൻഷൻ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? കിസാൻ അഭിമാൻ എന്ന പേരിൽ അറിയപ്പെടുക. വളരെ പ്രാധാന്യമുള്ളതാണ് കേട്ടോ. കിസാൻ അഭിമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ വാക്ക് വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. വേറെ കൺഫ്യൂഷൻ ഒന്നും അവിടെ ഇല്ല അല്ലെ? കിസാൻ അഭിമാൻ. ഓക്കെ അല്ലെ? അടുത്ത് പറയുന്നു ജലനിധി. ജലനിധി നമുക്ക് ഏവർക്കും പരിചിതമാണ് അല്ലെ? ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതിയാണ്
എന്ന പേരിൽ അറിയപ്പെടുക? ജലനിധി എന്ന പേരിൽ അറിയപ്പെടുക? വർഷ. കേരള സർക്കാർ തുടക്കം കുറിച്ച മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷ എന്ന പേരിൽ അറിയപ്പെടുക. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് സാഫല്യം എന്ന പേരിൽ അറിയപ്പെടുക. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് സാഫല്യം. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കിസാൻ അഭിമാൻ. കർഷകർക്കായുള്ള പെൻഷൻ പദ്ധതിയാണ്, കർഷകർക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ എന്ന പേരിൽ അറിയപ്പെടുക. ജലനിധി. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതിയാണ് ജലനിധി. വർഷ. മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷ എന്ന പേരിൽ അറിയപ്പെടുക. സാഫല്യം. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് എന്ന പേരിൽ അറിയപ്പെടുക? സാഫല്യം എന്ന പേരിൽ അറിയപ്പെടുക. സാഫല്യം എന്ന പേരിൽ അറിയപ്പെടുക. ഓർമ്മിച്ചേക്കാമോ? യെസ്. പിന്നെ നമ്മൾ എന്ത് പറയുന്നു? ഇത് പൂർണ്ണമായിട്ട് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കേരളത്തിലെ പ്രധാന ക്ഷേമ പദ്ധതികൾ 3 സ്ലൈഡിലാണ് പഠിക്കേണ്ടത്. അതിൽ ഒരു സ്ലൈഡ് പഠിച്ചു, അത് പൂർണ്ണമായി റിവിഷൻ ചെയ്ത് അടുത്തേക്ക് പോകാം. ഹങ്കർ ഫ്രീ സിറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായ ഭക്ഷണം നൽകുന്ന പദ്ധതി. എന്റെ മരം നമ്മുടെ മരം എന്നിവ വനവൽക്കരണ പദ്ധതികളാണ്. എന്റെ മരം സ്കൂൾ കുട്ടികൾക്ക്, നമ്മുടെ മരം കോളേജ് വിദ്യാർത്ഥികൾക്ക്. ഹരിതതീരം കടൽ തീര സംരക്ഷണ പദ്ധതിയാണ് ഹരിതതീരം. ഒരു നെല്ലും ഒരു മീനും. കോൾനിലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷി നടത്തുന്ന പദ്ധതിയാണ് ഒരു നെല്ലും ഒരു മീനും എന്നറിയപ്പെടുക. അഭയാരണ്യം. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് അഭയാരണ്യം. കിസാൻ അഭിമാൻ. കർഷകർക്കുള്ള പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ എന്നറിയപ്പെടുക. ജലനിധി. ലോകബാങ്കിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതിയാണ് ജലനിധി. വർഷ. മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷ എന്ന പേരിൽ അറിയപ്പെടുക. സാഫല്യം. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് സാഫല്യം എന്നറിയപ്പെടുക. ഉഷസ്. ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് ഉഷസ് എന്ന പേരിൽ അറിയപ്പെടുക. ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഉഷസ് എന്ന പേരിൽ അറിയപ്പെടുക. നവകേരള മിഷൻ. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം എന്നീ മേഖലകളിലെ സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ എന്നറിയപ്പെടുക. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം എന്നീ മേഖലകളിലെ സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ആവാസ് അഷുറൻസ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആവാസ് അഷുറൻസ് എന്ന പേരിൽ അറിയപ്പെടുക. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആവാസ് അഷുറൻസ് എന്ന പേരിൽ അറിയപ്പെടുക. മുറ്റത്തെ മുല്ല. ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല എന്ന പേരിൽ അറിയപ്പെടുക. ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല എന്നറിയപ്പെടുക. പ്രശാന്തി. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി എന്ന പേരിൽ അറിയപ്പെടുക. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആർദ്രം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്ന നവീന പദ്ധതിയാണ് ആർദ്രം എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതി ആരംഭിച്ചത് ആരോഗ്യ വകുപ്പാണ്. എന്താ പേരിൽ അറിയപ്പെടുന്നു? ഉഷസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. നവകേരള മിഷൻ. അവിടെ പ്രത്യേകിച്ച് ഓർമ്മിക്കുക, ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം എന്നീ 4 മേഖലകളിലെ സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ എന്നറിയപ്പെടുക. ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം. ആവാസ് അഷുറൻസ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആവാസ് അഷുറൻസ് എന്ന പേരിൽ അറിയപ്പെടുക. മുറ്റത്തെ മുല്ല. ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. അതായത് വായ്പ നൽകണമെന്നുണ്ടെങ്കിൽ വീട് നൽകേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വരുമാനത്തിന്റെ തെളിവൊക്കെ നൽകേണ്ട ആവശ്യകതയുണ്ട്. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉദാരമായി ഗ്രാമീണ ജനങ്ങൾക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. പ്രശാന്തി. ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്ന നവീന പദ്ധതിയാണ് ആർദ്രം. ആർദ്രം പദ്ധതി നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ ആൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കുവാനുള്ള സമഗ്ര പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുക. പഴയ സ്കൂളുകൾക്ക് പകരം പുതിയ സ്കൂൾ മന്ദിരങ്ങൾ നിർമ്മിക്കുക, ഡിജിറ്റൽ ബോർഡുകളിലൂടെ പഠനം സാധ്യമാക്കുക,
അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സ്വകാര്യ സ്കൂളുകളിലുള്ളതിൽ പോലെ തന്നെ അടിസ്ഥാന സൗകര്യവും അല്ലെങ്കിൽ അതിലേറെ അടിസ്ഥാന സൗകര്യങ്ങൾ സർക്കാർ സ്കൂളിൽ കൊണ്ടുവരികയും സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഓക്കെ, അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കാനുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? സ്ലൈഡ് പൂർണ്ണമായിട്ട്. ഉഷസ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി. നവകേരള മിഷൻ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം എന്നീ മേഖലകളിലെ സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. നവകേരള മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. അടുത്ത പറയുന്നു ആവാസ് അഷുറൻസ്. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് ആവാസ് അഷുറൻസ്. മുറ്റത്തെ മുല്ല ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് മുറ്റത്തെ മുല്ല എന്നറിയപ്പെടുന്നത്. പ്രശാന്തി ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി. ആർദ്രം സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്ന നവീന പദ്ധതിയാണ് ആർദ്രം എന്ന പേരിൽ അറിയപ്പെടുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കാനുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്നറിയപ്പെടുക. ഹരിത കേരള മിഷൻ സംസ്ഥാനത്തെ ശുചിത്വം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്നറിയപ്പെടുന്നത്. ഓർമ്മിച്ചേക്കാമോ? സംസ്ഥാനത്തെ ശുചിത്വം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. കേരള നോളജ് മിഷൻ കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് കേരള നോളജ് മിഷൻ. കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി തുടക്കമിട്ട പദ്ധതിയാണ് കേരള നോളജ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. സമം സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സമം. സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന് സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സമം എന്ന പേരിൽ അറിയപ്പെടുക. ഫിലമൻ കേരള ഫിലമൻ ഫ്രീ കേരള വീടുകളെയും സ്ഥാപനങ്ങളെയും പൂർണ്ണമായി LED മാറ്റുക. അതായത് ഫിലമെന്റ് ഉപയോഗിക്കുന്ന അതിപ്പോ നമ്മുടെ പണ്ടത്തെ വളരെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇൻകാൻഡസെന്റ് ബൾബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ CFL ബൾബുകളായിക്കോട്ടെ, അവയൊക്കെ മാറ്റി പൂർണ്ണമായി LED മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി KSEB നടപ്പിലാക്കിയ പദ്ധതിയാണ് ഫിലമെന്റ് ഫ്രീ കേരള എന്ന പേരിൽ അറിയപ്പെടുക. വീടുകളെയും സ്ഥാപനങ്ങളെയും പൂർണ്ണമായി LED മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി KSEB ആരംഭിച്ച പദ്ധതി. ജീവൻ രേഖ ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് ജീവൻ രേഖ എന്ന പേരിൽ അറിയപ്പെടുക. ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. സൗര തേജസ് വീടുകളിൽ സോളാർ നിലയം സ്ഥാപിക്കുവാൻ അനർട്ട് ആരംഭിച്ച പദ്ധതിയാണ് സൗര തേജസ് എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഫിലമെന്റ് ഫ്രീ കേരള വീടുകളെയും സ്ഥാപനങ്ങളെയും പൂർണ്ണമായി LED മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി KSEB കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഫിലമെന്റ് ഫ്രീ കേരള. ജീവൻ രേഖ ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ എന്നറിയപ്പെടുന്നത്. സൗര തേജസ് വീടുകളിൽ സോളാർ നിലയം സ്ഥാപിക്കുവാൻ അനർട്ട് തുടക്കമിട്ട പദ്ധതിയാണ് സൗര തേജസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? ഹരിത കേരള മിഷൻ സംസ്ഥാനത്തെ ശുചിത്വം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി. കേരള നോളജ് മിഷൻ കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനായി തുടക്കമിട്ട പദ്ധതി. സമം സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഫിലമെന്റ് ഫ്രീ കേരള വീടുകളെയും സ്ഥാപനങ്ങളെയും പൂർണ്ണമായി LED മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി KSEB നടപ്പിലാക്കുന്ന പദ്ധതി. ജീവൻ രേഖ ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവൻ രേഖ. സൗര തേജസ് വീടുകളിൽ സോളാർ നിലയം സ്ഥാപിക്കുവാൻ അനർട്ട് തുടക്കമിട്ട പദ്ധതിയാണ് സൗര തേജസ് എന്നറിയപ്പെടുക. അടുത്ത് പറയുന്നു ഊര് ആദിവാസികളുടെ തനത് സംസ്കാരവും ജീവിതവും സംരക്ഷിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗോത്ര പൈതൃക പദ്ധതിയാണ് ഊര് എന്നറിയപ്പെടുക. ആദിവാസികളുടെ തനത് സംസ്കാരവും ജീവിതവും സംരക്ഷിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗോത്ര പൈതൃക പദ്ധതിയാണ് ഊര് എന്നറിയപ്പെടുന്നത്. രക്ഷാദൂത് ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനായി
തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് എന്നറിയപ്പെടുക. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. ആദിവാസികളുടെ തനത് സംസ്കാരവും ജീവിതവും സംരക്ഷിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗോത്ര പൈതൃക പദ്ധതിയാണ് എൻഊര്. രക്ഷാദൂത് ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനായി തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് രക്ഷാദൂത് എന്ന പേരിൽ അറിയപ്പെടുക. പോഷകബാല്യം അംഗൻവാടി കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പ്രത്യേക പദ്ധതി പോഷകബാല്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. അംഗൻവാടി കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പ്രത്യേക പദ്ധതിയാണ് പോഷകബാല്യം എന്ന പേരിൽ അറിയപ്പെടുക. പുനർഗേഹം തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഗേഹം എന്ന പേരിൽ അറിയപ്പെടുക. തീരപ്രദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതിയാണ് പുനർഗേഹം എന്ന പേരിൽ അറിയപ്പെടുക. തിരോന്നതി മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് തിരോന്നതി എന്ന പേരിൽ അറിയപ്പെടുക. മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയാണ് തിരോന്നതി. ആയുഷ്മാൻ ഭവ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഹോമിയോപ്പതി വകുപ്പ് യോഗയുടെയും നാച്ചുറോപ്പതിയുടെയും സഹകരണത്തോടുകൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രമേഹം വരും, പ്രഷർ വരും, കൊളസ്ട്രോൾ വരും, ഇതൊക്കെ വരും. ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഹോമിയോപ്പതി വകുപ്പ് യോഗയുടെയും നാച്ചുറോപ്പതിയുടെയും സഹകരണത്തോടുകൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ. പോഷകബാല്യം അംഗൻവാടി കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ് പോഷകബാല്യം. തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് പുനർഗേഹം. മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് തിരോന്നതി. ആയുഷ്മാൻ ഭവ ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഹോമിയോപ്പതി വകുപ്പ് യോഗയുടെയും നാച്ചുറോപ്പതിയുടെയും സഹായത്തോടുകൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭവ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ. യെസ്, പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് റിവിഷൻ ചെയ്ത് ഉറപ്പിക്കാം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറയുക? എൻഊര് ആദിവാസികളുടെ തനത് സംസ്കാരവും ജീവിതവും സംരക്ഷിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗോത്ര പൈതൃക പദ്ധതി. രക്ഷാദൂത് ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനായി തപാൽ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. പോഷകബാല്യം അംഗൻവാടി കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതി. പുനർഗേഹം തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതി. തിരോന്നതി മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതി. ആയുഷ്മാൻ ഭവ ജീവിതശൈലി രോഗങ്ങളെ ഇല്ലാതാക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ഹോമിയോപ്പതി വകുപ്പ് യോഗയുടെയും നാച്ചുറോപ്പതിയുടെയും സഹകരണത്തോടുകൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. ഇതോടുകൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതികൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളാണ്. ഓക്കെ, അതിനുമ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പൊ കേരളത്തിലെ പ്രധാന ക്ഷേമ പദ്ധതികൾ. ഓക്കെ, യെസ്, 4 സ്ലൈഡിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ. കേരളത്തിലെ പ്രധാന ക്ഷേമ പദ്ധതികൾ. ഹങ്കർ ഫ്രീ സിറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഹങ്കർ ഫ്രീ സിറ്റി. എന്റെ മരവും നമ്മുടെ മരവും വനവൽക്കരണ പദ്ധതി. ഹരിത തീരം കടൽ തീര സംരക്ഷണ പദ്ധതി. ഒരു നെല്ലും ഒരു മീനും കോൾനിലങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും നെൽകൃഷിക്കൊപ്പം മത്സ്യകൃഷി ചെയ്യുന്ന പദ്ധതികൾ. ഓക്കെ, പിന്നെ പറയുന്നു അഭയാരണ്യം വംശഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ സംരക്ഷണം. കിസാൻ അഭിമാൻ കർഷകർക്കുള്ള പെൻഷൻ പദ്ധതിയാണ്. ജലനിധി ലോകബാങ്കിന്റെ സഹായത്തോടുകൂടി നടപ്പിലാക്കുന്ന ശുദ്ധജല വിതരണ പദ്ധതി. വർഷ മഴവെള്ള സംഭരണ പദ്ധതി. സാഫല്യം സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി. ഉഷസ് ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ആരോഗ്യ വകുപ്പ് പദ്ധതി. നവകേരള മിഷൻ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി, പാർപ്പിടം എന്നീ മേഖലകളിലെ സമഗ്ര വികസന പദ്ധതി.
ആവാസ് അഷുറൻസ്, അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് സൗജന്യ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി. മുറ്റത്തുമുല്ല, ഗ്രാമങ്ങളിലെ സാധാരണക്കാർക്ക് വായ്പ നൽകുന്ന പദ്ധതി. പ്രശാന്തി, ഒറ്റപ്പെട്ട് കഴിയുന്ന വയോജനങ്ങൾക്ക് കൈത്താങ്ങായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. ആർദ്രം, സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കുന്ന നവീന പദ്ധതിയാണ് ആർദ്രം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കുവാനുള്ള സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി. ഹരിത കേരള മിഷൻ, സംസ്ഥാനത്തെ ശുചിത്വം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതിയാണ്. കേരള നോളജ് മിഷൻ, കേരളത്തിലെ യുവജനങ്ങൾക്ക് 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തുടക്കപ്പെട്ട പദ്ധതി. സമം, സ്ത്രീ പുരുഷ സമത്വം എന്ന ആശയം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. ഫിലമെന്റ് ഫ്രീ കേരള, വീടുകളെയും സ്ഥാപനങ്ങളെയും പൂർണ്ണമായി LED മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി KSEB നടപ്പിലാക്കുന്ന പദ്ധതി. ജീവൻ രേഖ, ചികിത്സാ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കുന്ന കേരള സർക്കാർ പദ്ധതി. സൗര തേജസ്, വീടുകളിൽ സോളാർ നിലയം സ്ഥാപിക്കുവാൻ അനർട്ട് ആരംഭിച്ച പദ്ധതി. ഊരൻ, ആദിവാസികളുടെ തനത് സംസ്കാരവും ജീവിതവും സംരക്ഷിക്കുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഗോത്ര പൈതൃക പദ്ധതി. രക്ഷാദൂത്, ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനായി തപാൽ വകുപ്പും വനിതാ ശിശുവികസന വകുപ്പും സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി. പോഷകബാല്യം, അംഗൻവാടി കുട്ടികൾക്ക് പാലും മുട്ടയും നൽകുന്ന പദ്ധതിയാണ്. പുനർഗേഹം, തീരദേശത്ത് 50 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുവാനുള്ള പദ്ധതി. തിരുവനതി, മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക ഉന്നമനത്തിനായുള്ള പദ്ധതി. ആയുഷ്മാൻ ഭവ, ജീവിതശൈലി രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് നിയന്ത്രിക്കുന്നതിന് ഹോമിയോപ്പതി വകുപ്പ് യോഗയുടെയും നാച്ചുറോപ്പതിയുടെയും സഹകരണത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി. ഇനി നമ്മൾ പറയുന്നു കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണ അഭിയാൻ. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണ അഭിയാൻ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അഭിയാൻ എന്ന പേരിൽ അറിയപ്പെടുക. ജല ലൈഫ് മിഷൻ, ഗ്രാമീണ മേഖലയില് ജലവിതരണം, കുടിവെള്ള വിതരണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ജല ലൈഫ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. അപ്പൊ പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ അഭിയാൻ എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ്. ജല ലൈഫ് മിഷൻ എന്ന് പറയുമ്പോഴോ ഗ്രാമീണ ജലവിതരണ പദ്ധതിയാണ്. ഗ്രാമീണ ജലവിതരണ പദ്ധതിയാണ്. ഗ്രാമീണ ജലവിതരണ പദ്ധതിയാണ് എന്ന പേരിൽ അറിയപ്പെടുക ജല ലൈഫ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ജല ലൈഫ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ജല ലൈഫ് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ഓർമ്മിച്ചേക്കാം. ഗഡ്. അടുത്ത നമ്മൾ പറയുന്നു ആയുഷ്മാൻ ഭാരത് യോജന. രാജ്യത്തെ 50 കോടി ജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന പദ്ധതി. ആയുഷ്മാൻ ഭാരത് യോജന രാജ്യത്തെ 50 കോടി ജനങ്ങൾക്ക്, അതിന് 50 കോടി ജനങ്ങളേ ഉള്ളൂ, ദാരിദ്ര്യക്ക് താഴെയുള്ളത് അർത്ഥം. 50 കോടി ജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന പദ്ധതി. സ്മാർട്ട് സിറ്റി മിഷൻ, നഗരങ്ങളുടെ പുനർവികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി മിഷൻ. നഗരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗത സൗകര്യ വികസനം തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടും കേട്ടോ. സ്മാർട്ട് സിറ്റി മിഷൻ നഗരങ്ങളുടെ പുനർവികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി മിഷൻ. PM ഉജ്ജ്വല യോജന, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് PM ഉജ്ജ്വല യോജന. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് PM ഉജ്ജ്വല യോജന എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ? കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണ അഭിയാൻ, സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്നതിനുള്ള പദ്ധതി. ജല ലൈഫ് മിഷൻ, ഗ്രാമീണ ജലവിതരണ പരിപാടി. ആയുഷ്മാൻ ഭാരത് യോജന, രാജ്യത്തെ 50 കോടി ജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന പദ്ധതി. സ്മാർട്ട് സിറ്റി മിഷൻ, നഗരങ്ങളുടെ പുനർവികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതി. PM ഉജ്ജ്വല യോജന, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുന്ന പദ്ധതിയാണ് PM ഉജ്ജ്വല യോജന എന്ന പേരിൽ അറിയപ്പെടുക. അടുത്ത് പറയുന്നു പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ഓർക്കുന്നുണ്ടോ? യെസ്. അപ്പൊ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് നിലവിൽ വന്ന മൾട്ടിപർപ്പസ് പ്രോജക്ട് ബഹുമുഖ പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന പേരിൽ അറിയപ്പെടുക. ജനനി സുരക്ഷാ യോജന, ആ വാക്കിൽ തന്നെ അമ്മയുമായി ബന്ധപ്പെട്ടായിരിക്കും അല്ലെ? യെസ്. നവജാത ശിശു മരണനിരക്കും മാതൃമരണനിരക്കും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട്
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ ബി-പി-എൽ വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്ക് പ്രസവത്തിനാവശ്യമായ ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ജനനി സുരക്ഷാ യോജന നവജാത ശിശു മരണനിരക്കും മാതൃമരണനിരക്കും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ ബി-പി-എൽ വിഭാഗത്തിലെ ഗർഭിണികൾക്ക് പ്രസവത്തിനാവശ്യമായ ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ജനനി സുരക്ഷാ യോജന എന്ന പേരിൽ അറിയപ്പെടുക. അടുത്ത് പറയുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണം, പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ. ഗ്രാമീണ മേഖലയിലാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആണ്. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം. നഗരങ്ങളിലെ ചേരിരഹിത ഇന്ത്യ വിഭാവനം ചെയ്യുന്ന നഗരങ്ങളിൽ വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയാണത് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ. സിമ്പിൾ ആണ്, രണ്ടും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ, ഗ്രാമീണ ദരിദ്രർക്ക് അവരുടെ വീടുകൾ സ്വയം നിർമ്മിച്ചു കൊടുക്കുന്നില്ല, ഫണ്ട് കൊടുക്കും, സാമ്പത്തിക സഹായം, ധനസഹായം അനുവദിക്കും, അവർ ആ കാശ് കൊണ്ട് വീട് നിർമ്മിക്കണം. സ്വയം നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ, നഗരങ്ങളിലെ ചേരിരഹിത ഇന്ത്യ വിഭാവനം ചെയ്യുന്ന പദ്ധതി, അല്ലെങ്കിൽ നഗരങ്ങളിലെ ദരിദ്രരായ ജനങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള പദ്ധതി. ഓക്കെ അല്ലേ? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ ഈ സ്ലൈഡ് പൂർണ്ണമായിട്ട്? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് നിലവിൽ വന്ന ബഹുമുഖ പദ്ധതി. ജനനി സുരക്ഷാ യോജന, നവജാത ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അല്ലെങ്കിൽ ബി-പി-എൽ ഗർഭിണികൾക്ക് പ്രസവത്തിനാവശ്യമായ ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ, ഗ്രാമീണ ദരിദ്രർക്ക് അവരുടെ വീടുകൾ സ്വയം നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ, നഗരങ്ങളിലെ ചേരിരഹിത ഇന്ത്യ വിഭാവനം ചെയ്യുന്ന പദ്ധതി. ഇനി ലാസ്റ്റ് സ്ലൈഡിലേക്ക് നമ്മൾ കടന്നു കേട്ടോ. രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ, ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി. ആ യോജനയുടെ പേരിൽ തന്നെയുണ്ട് അല്ലെ, രാഷ്ട്രീയ ഉച്ചതല ശിക്ഷ, ഉന്നത വിദ്യാഭ്യാസം. ഉച്ചതല ശിക്ഷാ അഭിയാൻ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതി. ദീൻദയാൽ അന്ത്യോദയ യോജന, ദരിദ്രർക്കിടയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്വയം തൊഴിൽ പരിപാടിയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന എന്ന പേരിൽ അറിയപ്പെടുക. നാഷണൽ ഹെൽത്ത് മിഷൻ, ഇന്ത്യയുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താൻ നിലവിൽ വന്ന സമഗ്ര പദ്ധതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. ഇന്ത്യയുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്താൻ നിലവിൽ വന്ന സമഗ്ര പദ്ധതി. അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത്. ജലവിതരണം, മലിനജലം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന നഗര പുനരുജ്ജീവന പദ്ധതിയാണ് അമൃത് എന്ന പേരിൽ അറിയപ്പെടുക. അമൃത് പദ്ധതി നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ്, കേരളത്തിലെ അമൃത നഗരങ്ങൾ അല്ലെ? യെസ്. അപ്പോ അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത്. ജലവിതരണം, മലിനജലം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ നഗര പുനരുജ്ജീവിപ്പിക്കുകയോ ചെയ്യുന്ന പദ്ധതിയാണ് അമൃത് എന്ന പേരിൽ അറിയപ്പെടുക. ഒന്നുകൂടെ റിവിഷൻ ചെയ്താൽ ഈ സ്ലൈഡ്. രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച പദ്ധതി. ദീൻദയാൽ അന്ത്യോദയ യോജന, ദരിദ്രർക്കിടയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്വയം തൊഴിൽ പദ്ധതി. നാഷണൽ ഹെൽത്ത് മിഷൻ, ഇന്ത്യയുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുവാൻ നിലവിൽ വന്ന സമഗ്ര പദ്ധതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ. അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത്. ജലവിതരണം, മലിനജലം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന നഗര പുനരുജ്ജീവന പദ്ധതിയാണ് അമൃത് എന്ന പേരിൽ അറിയപ്പെടുക. ഓക്കെ, അപ്പൊ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്തുകൊണ്ട് ക്ലാസ് ഈ ഒരു ടോപ്പിക് ഇവിടെ അവസാനിക്കും കേട്ടോ. അപ്പൊ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ: പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണ അഭിയാൻ, സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ ഉച്ചഭക്ഷണം നൽകുന്നതിനുള്ള പദ്ധതി. ജല ലൈഫ് മിഷൻ, ഗ്രാമീണ ജലവിതരണ പരിപാടി. ആയുഷ്മാൻ ഭാരത് യോജന, രാജ്യത്തെ 50 കോടി ജനങ്ങൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലവിൽ വന്ന പദ്ധതിയാണ്. പിന്നെ പറയുന്നു സ്മാർട്ട് സിറ്റി മിഷൻ, നഗരങ്ങളുടെ പുനർവികസനത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതി. PM ഉജ്ജ്വല യോജന, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ LPG കണക്ഷനുകൾ നൽകുവാൻ ആരംഭിച്ച പദ്ധതി. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിന് നിലവിൽ വന്ന ബഹുമുഖ പദ്ധതി. ജനനി സുരക്ഷാ യോജന, നവജാത ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട്
ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള BPL ഗർഭിണികൾക്ക് പ്രസവത്തിന് ആവശ്യമായ ആരോഗ്യ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. ഗ്രാമീണ ദരിദ്രർക്ക് അവരുടെ വീടുകൾ സ്വയം നിർമ്മിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ. നഗരങ്ങളിലെ ചേരിരഹിത ഇന്ത്യ വിഭാവനം ചെയ്യുന്ന പദ്ധതി. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി. ദീൻദയാൽ അന്ത്യോദയ യോജന. ദരിദ്രർക്കിടയിൽ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സ്വയം തൊഴിൽ പരിപാടി. നാഷണൽ ഹെൽത്ത് മിഷൻ. ഇന്ത്യയുടെ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുവാനുള്ള സമഗ്ര പദ്ധതി. അടൽ മിഷൻ ഫോർ റിജുവനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃതം. ജലവിതരണം, മലിനജലം എന്നിവയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിലവിൽ വന്ന നഗര പുനരുജ്ജീവന പദ്ധതിയാണ്. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ഈ ഒരു മേഖല പൂർണ്ണമായി അവസാനിച്ചു. സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി എന്ന പാഠ്യമേഖല പൂർണ്ണമായി അവസാനിച്ചു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടി വരിക, അടുത്ത സെഷൻ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, ജനസംഖ്യയുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കും മറ്റ് പ്രത്യേകതകളും നമ്മൾ തുടർന്ന് പഠിക്കും. കേരള ഗവർണൻസ് ഇത്തിരി ടഫായിട്ടുള്ള, ഇത്തിരി ബോറായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എങ്കിലും PSC സിലബസ് ഉള്ളവർ പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ റിവിഷൻ ചെയ്ത് വരുമ്പോൾ അത് ഈസി ആയിക്കോളും കേട്ടോ. ബി ഹാപ്പി ആൾവേസ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ബൈ ബൈ.